കൂട്ടുകാരെ, നമുക്കിന്നൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്നുള്ളത് എൻ്റെ ഏച്ചിൻ്റെ മോളെ വീട്ടിലാണ്, പുത്തഞ്ചേരി. അപ്പോൾ അവർക്കൊരു കടയുണ്ട്. ആ കടയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓർഡർ വന്നതാണ്. ഒരു 25 മുട്ടക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ 2 ഏലക്ക, 2 കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാനില്ല ഇവിടെ വന്നേരം ഇവർ പറഞ്ഞ് എൻ്റെ റെസിപ്പി എല്ലാം കണ്ടേരം 1 കിലോന് ഇവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ച് എന്നാലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ഇത് 1 കിലോ ഉള്ളിയാണ് അതിനായിട്ട് ഇവരെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ 1 കിലോ ഉള്ളിക്ക് 25 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് നല്ലപോലെ വാടി വരുന്നുണ്ട്. ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ആവട്ടെ. അപ്പോൾ ഇത് ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇല്ല, വേഗം വാടി കിട്ടണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഇതിനെ മൂടി വെച്ച് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. തക്കാളി ഉടഞ്ഞ് വന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കൂട്ടുകാരെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാതെ. അപ്പോൾ തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് ഇതായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കൂട്ടുകാരെ, എൻ്റെ പാചകത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തരണേ. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അപാകതകളോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ 1 കിലോ ഉള്ളിയും 5 തക്കാളിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിനുള്ള മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളിത് കുറച്ച് സമയമല്ലേ വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാതെ. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ എഡിറ്റർ പറയണതാണ് ഞാനിങ്ങനെ മസിൽ പിടിച്ചിട്ടാവുമല്ലോ പിന്നെ ഈ പാചകം ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് പാചകം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പാചകം ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ല ആദ്യം ചെയ്യുന്ന പോലെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണേ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ എരികളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളെല്ലാം ചേർക്കലുണ്ട്. ഇങ്ങനെ ഓരോ ഉണ്ടാക്കുമ്പോൾ ഓരോരു നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇത് ഈ എരിവിൻ്റെ കുത്തലെല്ലാം ഒന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മസാല കോരി വെച്ചിട്ട് അതിൻ്റെ മേലെ മുട്ട വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ല ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെറുതെ ഒന്ന് ഇട്ട് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊന്നും പൊട്ടിപ്പോകാതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുട്ടയെല്ലാം ഒന്നിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് മസാലയൊന്നും അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി തട്ടി പൊത്തി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങണം, പിന്നെ ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനൊരു സമയം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. പക്ഷെ കണ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരുപാട് ആൾക്കാരെ കൈപിടിച്ച് കയറ്റിയ ആൾക്കാരല്ലേ നിങ്ങളെല്ലാം. അപ്പം നിങ്ങളോട് ഞാൻ വിനീതമായി കൂപ്പുകൈയോടെ പറയുകയാണ്, എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു മുട്ടയും ഇത്രയും മസാലയാണ്. നമ്മൾ ഇങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.